എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു വാട്ടർ കളർ ലാൻഡ്സ്കേപ്പാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കാംലിൻ ആർട്ടിസ്റ്റ് വാട്ടർ കളറും ഇന്ത്യൻ ഹാൻഡ് മെയ്ഡ് പേപ്പറുമാണ് ഇതിനായി നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണ്. 2 ഇഞ്ചിൻ്റെ ഒരു നാച്ചുറൽ ഹെയർ ബ്രഷാണ് ഉപയോഗിക്കുന്നത്. കൊബാൾട്ട് ബ്ലൂവും ഓറഞ്ചും ഉപയോഗിക്കുന്നു. ഓറഞ്ച് നിറം ഞാൻ കൂടുതലായി വാട്ടർ കളറിൽ ഉപയോഗിക്കാറുണ്ട്. കാരണം നല്ല വിവിഡായിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പശ്ചാത്തലം നമുക്ക് തരുന്നതിന് ഈ നിറത്തിന് കഴിയുമെന്നുള്ളതാണ്. അതിനുശേഷം അതിൻ്റെ ഏറ്റവും പുറകിലായി കാണുന്ന ഒരു ഹില്ലാണ് പെയിൻറ് ചെയ്യുന്നത്. പ്രഷ്യൻ ബ്ലൂവും അൾട്രാമറൈൻ ബ്ലൂവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ ഉപയോഗിക്കുന്നത്. രണ്ടാമതായി അതിൻ്റെ മുൻഭാഗത്ത് കുറച്ചുകൂടി അടുത്ത് കാണുന്ന ഒരു ഹില്ല്. രണ്ടാമത്തെ ഈ ഹില്ല് ചെയ്യുന്നതിന് ഹൂക്കേഴ്സ് ഗ്രീനും കാഡ്മിയം യെല്ലോയുമാണ് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുന്നത്. മസ്റ്റേർഡ് ഒരു മോബ് ബ്രഷാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഈ ഹില്ലിൻ്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒരേ സമയം തന്നെ നമുക്ക് പെയിൻറ് ചെയ്ത് പോകുന്നതാണ് നല്ലത്. വർക്കിൻ്റെ റിസൾട്ട് നമുക്ക് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ വളരെ പ്രയാസമാണ്. ഈ പെയിൻറ് മിക്സ് ചെയ്തിട്ട് ഏത് രീതിയിലുള്ള ടെക്സ്ചറുകളാണ് ഉണ്ടാകുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഹില്ലിൻ്റെ മുന്നിലായിട്ടുള്ള കുറച്ച് വുഡ്സ് ഗ്രീനറീസ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. കുറച്ചുകൂടി ഡാർക്ക് കളർ എടുത്ത് ഹില്ലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാം. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു അപ്പർ ഹാഫ് ഏതാണ്ട് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് ഫ്രണ്ട് ഏരിയയിലേക്ക് വരിക എന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒരു ടിപ്പിക്കൽ പാലക്കാടൻ ഗ്രാമീണ ദൃശ്യമാണിത്. ഒരു പനയും അതുപോലെ പാടശേഖരവും പ്രത്യേക ആകൃതിയുള്ള കുന്നുകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ്. അതിൻ്റെ സ്കെച്ച് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ടൊരു പനയാണ്. പനയുടെ പ്രധാന ഭാഗങ്ങൾ ആണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലൂവും ഗ്രീനും കൂടി മിക്സ് ചെയ്ത ഒരു കളർ ഉപയോഗിച്ചിട്ടാണ് പനയുടെ ഇലകൾ നമ്മൾ വരച്ച് ചേർക്കുന്നത്. കൂടാതെ കാഡ്മിയം യെല്ലോ കൂടി അതോടൊപ്പം ചേർക്കാം. അല്പം ബേൺഡ് അംബർ കൂടി എടുത്ത് ഗ്രീനിലൊരു ചേഞ്ച് വരുത്തുന്നതിന് വേണ്ടിയിട്ട് മിക്സ് ചെയ്യാം. പനയുടെ താഴെയായിട്ടൊരു മരം കൂടിയുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ മരത്തിൻ്റെയും പനയുടെയും ഒക്കെ ഇലകൾ ഇടതുഭാഗത്തേക്ക് ഒരു വലിയ കാറ്റിൽ പൊട്ടിട്ട് ചായുന്ന രീതിയിലാണ് നമ്മൾ വരച്ചു പോകുന്നത്. മൊത്തം നമ്മളെ പെയിൻറ്റിങ്ങിൽ തന്നെ കാറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാകുന്ന രീതിയിലാണിത് നമ്മൾ ചെയ്യുന്നത്. അതേസമയം ഡാർക്ക് കളർ കൂടി എടുത്തുകൊണ്ട് രണ്ടാമത്തെ ലെയറും പനയിലും അതുപോലെ തന്നെ മരത്തിലും ഒരുമിച്ച് നമുക്ക് ചെയ്യാം. ഗ്രീനും റെഡും നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഡാർക്കായി. രണ്ട് ചെറിയ ഫിഗറുകളാണ് നമ്മളിതിൽ വരച്ച് ചേർക്കുന്നത്. ഈ ഫിഗറുകൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അത് ലാൻഡ്സ്കേപ്പിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. താഴെ ഭാഗം മുഴുവൻ നമ്മൾ പാടത്തിൻ്റെ ഒരു ദൃശ്യമാണ്. ഇത് ഗംബോജ് ഹ്യൂ യെല്ലോ കൊടുത്ത് താഴേക്ക് വരുന്ന സമയത്ത് ലൈറ്റ് ഗ്രീൻ കൂടി മിക്സ് ചെയ്ത് ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഏറ്റവും താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഡാർക്ക് ഗ്രീൻ കളർ കൂടി ചേർത്ത് കുറച്ചുകൂടി ഒരു റിയലിസ്റ്റിക് ലുക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി ചെയ്തിട്ടുണ്ട്.
ചെറിയ വരമ്പ് പോലെ ഒരു ലാൻഡിൻ്റെ ഭാഗം ഇവിടെ വരച്ച് ചേർക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.